പേപ്പർ കാണുന്നില്ലേ? അതന്നെ ഒറ്റ കാരണം. അവന് ഇരട്ടല്ല, അവനെ കുത്തിയിട്ട് കൊളന്ന് വെച്ച് കളയണം, എന്നാലേ അവന്റെ ആ ഇരട്ട ചങ്ക് മാറുള്ളൂ. അത്തരം ചീഞ്ഞ ചെറ്റ മനുഷ്യൻ. ഭരിക്കാൻ 10 കൊല്ലമായല്ലോ. അപ്പൊ ഇനി ഒരു ഭരണമാറ്റം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഭരണം മാറുക എന്നുള്ളതല്ല, തിരുത്തുക എന്നുള്ളതാണ്. ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കണം, അല്ലാണ്ട് ഭരിക്കുന്നവർക്ക് വേണ്ടിയല്ല ഭരിക്കേണ്ടത്. ഇവിടുത്തെ രാഷ്ട്രീയം എന്താണെന്ന് വെച്ചാൽ ഫോർ ദ പൊളിറ്റീഷ്യൻ, ബൈ ദ പൊളിറ്റീഷ്യൻ, ഓഫ് ദ പൊളിറ്റീഷ്യൻ. രാഷ്ട്രീയക്കാരൻ രാഷ്ട്രീയക്കാരന് വേണ്ടി ഭരിക്കുന്നു, ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കുന്നില്ല. അപ്പൊ അതിനൊരു മാറ്റം വരണ്ടേ? മാറ്റം എന്ന് പറയുന്നത് ഇതാണ്, ഈ മാറ്റമാണ് ഇവിടെ ആവശ്യം. അതല്ലാണ്ട് LDF ഒന്ന് UDF ഭരിച്ച് ഇത് തന്നെ ആവർത്തിച്ചിട്ട് കാര്യമില്ല. ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കണം. അങ്ങനെ ഒരു ഭരണം വരണ്ടേ? അങ്ങനത്തെ ഒരു ജനങ്ങളുടെ ഭരണമാണ് വരേണ്ടത്. അതായത് ഫോർ ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ, ഓഫ് ദ പീപ്പിൾ. അതായിരിക്കണം ഭരണം. ഞാൻ UDFന്റെ ഒരു വാർഡ് പ്രസിഡന്റാ. ഇവിടെയല്ല, തണ്ണൂർമുക്കം. തണ്ണൂർമുക്കം 23-ല് അവിടെ, അതാണ് എന്റെ നാട്. അവിടെയാണ് ഞാൻ താമസിക്കുന്നത്. അവിടുത്തെ UDFിലെ 23-ാം വാർഡിലെ 158-ാം നമ്പറാണ് എന്റെ ബൂത്ത് നമ്പർ. ഞങ്ങളെല്ലാം ശരിക്കും അനുഭവിച്ച് മടുത്തിരിക്കുന്നതാണ്. ഈ അഴിമതി മാത്രമല്ല, കൊള്ളയും കൊലപാതകവും ഒക്കെയാണ് ഇവരുടെ സ്വഭാവം. അപ്പം നമുക്ക് സമാധാനവും ശാന്തിയായിട്ട് ജീവിക്കണം, മനസമാധാനമായിട്ട് വീട്ടിൽ കിടന്നുറങ്ങണം. പിന്നെ സാധനത്തിന്റെ വിലക്കയറ്റം. ഇന്ന് 1000 രൂപയ്ക്ക് പണിയെടുത്താൽ വൈകുന്നേരം കടയിൽ ചെന്ന് ഒരു 6 കൂട്ടം സാധനം മേടിച്ചു തന്നെ 1000 രൂപയില്ല. നാളെ വേല എടുത്താൽ നാളെ ജീവിക്കാം. അതാണ് നമ്മുടെ ഇന്നത്തെ സാഹചര്യം. ആ സാഹചര്യത്തിൽ നമുക്കൊരു മോചനം അല്ലെങ്കിൽ UDFന്റെ ഭരണം തന്നെ വരണം. മാറ്റം അനിവാര്യമാണ് നിലവിലത്തെ. പിന്നെ ഇവിടെ മറ്റേ ഉമ്മൻചാണ്ടി സർക്കാർ ഇരുന്നപ്പോഴത്തേക്ക് ഒരുപാട് സഹായങ്ങളും ജനങ്ങൾക്ക് ചെയ്തിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ പുള്ളിയെ കൊണ്ടുണ്ടായിട്ടുണ്ട്. പുള്ളി മറ്റുള്ളവരുടെ ബസ്സില കാറയിലൊക്കെ കയറിയാണ് ഈ ജനസമിതിയുടെ ഇതിൽ നടന്നിട്ട്. പക്ഷെ ഇയാൾ അതല്ല, 1 കോടി രൂപ കൊടുത്ത് ഒരു വണ്ടി ഉണ്ടാക്കിയിട്ട് അതിലെ കയറി നടന്നിട്ട് ആ വണ്ടി ഇപ്പൊ എവിടെ കൊണ്ടിട്ട് ഇത് ജനങ്ങൾക്ക് എത്ര പേരുടെ പെൻഷൻ കാശ് ഇതൊക്കെ ഇയാളായിട്ട് ഉണ്ടായിട്ടുണ്ടാ, കിട്ടിയിട്ടുണ്ടാ. ഒരു മാസം ചിലപ്പോ എത്ര മാസം കഴിഞ്ഞിട്ടാണ് ഇപ്പൊ കിട്ടാൻ തുടങ്ങിയത്. ഇലക്ഷൻ വന്നപ്പോ അയാൾ ഒരു യാട ഇറക്കി ഇങ്ങോട്ട് ഉണ്ടാക്കുന്നുണ്ട്. ദയവ് ചെയ്ത് ജനങ്ങൾക്ക് ഇത് പരസ്യം ചെയ്ത് ജനങ്ങളിൽ ബോധ്യപ്പെടണം. എത്ര കണ്ടാലും പഠിക്കുകയില്ല ഒരു ജനം നമ്മുടെ ഈ കേരളത്തില് ഉണ്ട്. കാര്യം എന്നാന്ന് ചോദിച്ചാൽ, വോട്ട് ചെയ്യാൻ ചെല്ലുമ്പോ അവരുടെ സ്വഭാവം മാറും. നമുക്ക് ഭരണം വന്ന് നല്ലൊരു കാഴ്ച വെക്കുക, മനുഷ്യന് സമാധാനമായിട്ട് ജീവിക്കാൻ. ഇന്ന് ഒരു 50 രൂപ കുറഞ്ഞാലും നമുക്ക് പ്രശ്നമില്ല. ഇന്ന് ജീവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് ഞങ്ങളൊക്കെ കഴിഞ്ഞുകൂടുന്നത്. അത്രയ്ക്കും കഷ്ടപ്പെടുന്നുണ്ട് ഞങ്ങളൊക്കെ. ഇയാളുടെ ഭരണവും കൊള്ളയും അഴിമതിയും അമ്പലം മിഴുങ്ങും ഒക്കെ ആയിട്ട് മനുഷ്യനെ മടുത്തിരിക്കുക. ദയവായി അതിനൊരു മൊത്തം ചാനലിലായിട്ട് ഇത് പരസ്യം ചെയ്ത ആളുകൾ നാണം കെടണമെന്നാ ഞാൻ പറയണം. അയാൾക്ക് തൊലിക്കെട്ടി ഈ കപ്പല് മാവിന്റെ തൊലിക്കെട്ടിയാണ്. ഒരു നാണവും ഇല്ല, മാനവും ഇല്ല. എത്ര കേട്ടാലും കണ്ടാലും കൊണ്ടാലും. ഇരട്ടല്ല അവന് ഇരട്ടല്ല, അവനെ കുത്തിയിട്ട് പൊളന്ന് വെച്ച് കളയണം, എന്നാലേ അവന്റെ ആ ഇരട്ട ചങ്ക് മാറുള്ളൂ. അത്തരം ചീഞ്ഞ ചെറ്റ മനുഷ്യൻ കേരളത്തില് ഇനി ഉണ്ടാകാനില്ല. ഇതിലൊക്കെ എത്ര ഭേദമായിരുന്നു ആ അച്യുതാനന്ദൻ. അയാളെയും പറ്റിച്ച് മൂഞ്ചിച്ച് തട്ടിച്ച തെണ്ടിയാണ് ഇയാള്. ഒരു ഭരണമാറ്റം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഭരണമാറ്റം ആഗ്രഹിക്കുന്നില്ല, അത് വേണമല്ലോ, അത്യാവശ്യമാണ്. എന്താണ് അതിന് കാരണം? അത് എന്താണ്, പാവങ്ങൾക്ക് ജീവിക്കാൻ പറ്റുമോ? ദിവസേന വില കൂടുതലല്ലേ എല്ലാ സാധനത്തിനും. അത് കണക്ക് അയ്യപ്പന്റെ അമ്പലത്തിൽ എല്ലാം കട്ടുകൊണ്ട് പോയില്ലേ? ആരാണ് ഇനി സാധനം പറയുന്നത്? ഭരണം മാറണം, എന്നെങ്കിലേ ഈ കള്ളന്മാരെ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. നിങ്ങൾക്കും അങ്ങനെ ആഗ്രഹമില്ലേ? ആഗ്രഹിക്കാത്ത ആരാണ്? അമ്പലത്തിലെ മുതലത്തിനെ കട്ടോട്ട് പോയില്ലേ? കണ്ടുപിടിക്കണ്ടേ? ആ ഭരണം മാറ്റം വരണം, എന്നെങ്കിലേ. അല്ലെങ്കിൽ ഇത് വീണ്ടും കട്ടോട്ടിരിക്കും. ശരിയല്ലേ ഞാൻ പറഞ്ഞേ? മാറ്റം വരാൻ തോന്നുന്നുണ്ട്. എന്തുകൊണ്ടാണ് തോന്നാനുള്ള റീസൺ? വികസനം ഇല്ലാത്തതുകൊണ്ട്. കഴിഞ്ഞ 9 കൊല്ലമായിട്ട് വികസനം നമ്മുടെ കേരളത്തിൽ ഇല്ലാന്നാണോ നിങ്ങൾ പറയുന്നത്? അതെ. ഒന്നുമില്ല. മാറ്റം നല്ലതാണ്. അതെ.
നമ്മുടെ പ്രായമുള്ള ജനറേഷൻ വരട്ടെന്നോട്ടെ നമ്മൾ കൂടുതൽ അതിനൊറ്റ നിൽക്കണത്. ഈ രാഷ്ട്രീയത്തിൽ എന്ത് മാറ്റം വന്നതാണ് നിങ്ങൾ ഒരു യങ്ങായിട്ടുള്ള ഒരാൾ പറയാനുള്ളത്? മൊത്തത്തില് നിയമം മാറ്റാന്നാ നല്ലത്. നിയമം മൊത്തത്തിൽ മാറ്റുന്ന നല്ലത്. അല്ല വേറെ സെപ്പറേറ്റ് ആയിട്ടൊന്നുമില്ല, നിയമം മൊത്തത്തിൽ മാറ്റാൻ നല്ലത്. താങ്ക് യു. ആഗ്രഹിക്കുന്നുണ്ട്. എന്താണ് റീസൺ? കുറച്ച് വികസന പ്രവർത്തനങ്ങള് കാര്യങ്ങള് അപ്ഡേറ്റ് ആവാനുണ്ട്. കേരളം മുമ്പോട്ട് പോകാനുണ്ട്. 10 കൊല്ലം പുറകിലായിട്ട് തോന്നുന്നുണ്ടോ? കുറെയൊക്കെ സ്ട്രക്കാണ് നിലവിലെ അവസ്ഥയില്. ഒരു ഭരണമാറ്റം അത്യാവശ്യമാണ്. ആഗ്രഹിക്കുന്നുണ്ട്. ഒരു ചോദ്യം, മാറ്റം വേണമല്ലോ. എന്തുകൊണ്ടാണ് മാറ്റം വരണമെന്ന് ആഗ്രഹിക്കുന്നത്? മാറ്റം വരുന്ന ആഗ്രഹിക്കണ എല്ലാത്തിനും ഒരു മാറ്റം കണ്ടെന്ന് വെച്ചാൽ ഒന്ന് ഇപ്പൊ ഒരേ പറഞ്ഞില്ല, കറണ്ടിന്റെ കാശ്. കറണ്ട് ഇവിടെ വൈദ്യുതി വളരെ കുറവാണ് ഉപയോഗിക്കണം വെച്ചാൽ ഒരുവിധം ഈ 10 കൊല്ലം കൊണ്ട് ഒരു പകുതി ശതമാനം ആൾക്കാരും സോളാറിലോട്ട് പോയിട്ടുണ്ട്. എന്നിട്ടും വൈദ്യുതി ചാർജ് കൂട്ടി കൊണ്ടുവരികയാണ്. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. പിന്നെ അതേപോലെ തന്നെ കുറെ മാറി മാറി ഭരിക്കുന്നതാണ് നമ്മുടെ കേരളത്തിൽ നല്ലത്. ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസ് ഭരിക്കുകയും LDF ഭരിപ്പിക്കുകയും ചെയ്യണം. എന്നാലേ ഇത് മുന്നോട്ട് മര്യാദയ്ക്ക് പോവുള്ളൂ. ഇത് മറ്റേ ഒറ്റയാൾ ഭരണമാണ്. ഇയാൾ ഭരണം മാത്രം അണികൾ കേൾക്കണം. പണ്ട് രാജാക്കന്മാരുടെ കാര്യം പറഞ്ഞ പോലെ. പക്ഷെ ഇത് അങ്ങനെയല്ല. ഇവർ കമ്മ്യൂണിസ്റ്റുകാർ പ്രതിപക്ഷത്തിൽ ഇരുന്നാൽ മാത്രമേ കോൺഗ്രസ് ഭരിക്കുള്ളൂ. വെച്ചാൽ ഇവരെല്ലാവരും ഭരിപ്പിക്കാൻ പറഞ്ഞു കൊടുക്കും. അതാണ് അവരെ കൊണ്ടുള്ള ഒരു കാര്യം. അല്ലാണ്ട് ഇവർക്ക് ഭരിക്കാൻ അറിയില്ല, ഭരിപ്പിക്കാൻ അറിയുള്ളൂ. അതാണ് ഇവരുടെ കാര്യം. എന്താണ് അങ്ങനെ തോന്നാനുള്ള കാരണം? പല പ്രശ്നങ്ങളുണ്ടല്ലോ അതിൻ്റെ അതിപ്പോ എന്താണ് മാറുന്നത് തോന്നാനുള്ള ചേട്ടന്റെ ഒരു പ്രശ്നം? സാമ്പത്തികപരമായിട്ടും ഉള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറി മാറി വരുന്നതാണോ നല്ലത്? പിന്നെ ഓരോ പ്രാവശ്യം മാറി മുൻപ് അങ്ങനെയായിരുന്നല്ലോ ഉണ്ടായത്. ഇപ്പൊ ഒരുമിച്ച് 10 കൊല്ലം ഒരുമിച്ച് ഭരിച്ചപ്പോ കേരളത്തിന് ദോഷമാണെന്ന് തോന്നിയിട്ടുള്ളത്. ആദ്യം 5 വർഷം കുഴപ്പമുണ്ടായിരുന്നില്ല. ഇപ്പൊ രണ്ടാമത് താങ്ക് യു. അഴിമതിയെല്ലാം പേപ്പർ കാണുന്നില്ലേ? അത് തന്നെ ഒറ്റ കാരണം. പിന്നെ വേറെ നേട്ടങ്ങളെല്ലാം അതിൽ മുങ്ങിപ്പോയി. വികസനങ്ങൾ ഉണ്ടായി തോന്നിയിട്ടുണ്ടോ? നമ്മുടെ വികസനം ഉണ്ടായി, പക്ഷെ അത് മറ്റു കാര്യങ്ങൾ കൊണ്ട് അതെല്ലാം പരാജയപ്പെടുവാണ്. ഒന്നാമത് മുഖ്യന്റെ നിലപാട് തന്നെയാണ് ഏറ്റവും വലിയ ക്ഷീണം ചെയ്തത്. എന്താണ് പ്രശ്നം? എല്ലാത്തിനും ന്യായീകരിക്കുക, എന്ത് തെറ്റാണെങ്കിലും ന്യായീകരിക്കുക. എനിക്കൊരു ആൻസർ പറഞ്ഞുതരാം. ഒരു ഫ്യൂച്ചറൈസ് ഹോസ്പിറ്റൽ ഉണ്ട് ഇവിടെ. ഇപ്പോ നമ്മളെ ഭരണം നല്ല ഭരണമാണ്, ഒരു കുഴപ്പമില്ല. ഇനിയുള്ളത് എങ്ങനെയാണെന്നറിയില്ല. ഇപ്പോൾ ഉള്ള നല്ല ഭരണമാണ്. കഴിഞ്ഞ 10 കൊല്ലമായിട്ട് സാറ്റിസ്ഫൈഡ് ആണ്. എല്ലാം നല്ലതാണ്. ഞാനും അതേ ഒരു LDF പാർട്ടിയാണ്. നല്ലൊരു വികസനം കാഴ്ചവെക്കണ ഒരു നല്ലൊരു വ്യക്തിയാണ്. എന്ത് വികസനമാണ് നമുക്ക് നമുക്ക് എല്ലാ റോഡും, നമുക്ക് എല്ലാ ഹൈടെക് ആയിട്ട് എല്ലാ ഹോസ്പിറ്റലും, പിന്നെ എല്ലാ കാര്യങ്ങളും. ഒരു നാട്ടിൽ എന്ത് പുതിയതായിട്ട് വികസനമാണ് വന്നിട്ടുള്ളത്? നമ്മുടെ നാട്ടിലൊക്കെ നല്ല വികസനങ്ങളുണ്ട്. റോഡ് വികസനങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. നല്ല ഒരു അഭിപ്രായം നമുക്കുണ്ട്. റോഡൊക്കെ കുഴിയില്ലാതെ നല്ല റോഡാണ്. റോഡൊക്കെ അടിപൊളി റോഡാണ്. എല്ലാ റോഡാണ്. എവിടെയാണ്? പാലക്കാടാണ്. ഓക്കെയാണ്. റോഡൊക്കെ അടിപൊളിയായിട്ട് നല്ല വികസനം, നല്ല വികസനമാണ്. ഹോസ്പിറ്റലും സ്കൂളും എല്ലാം അടിപൊളിയായിട്ട് നല്ല ഹൈറ്റ്, എല്ലാം നല്ല ലെവലാണ്. താങ്ക് യു. ഭരിക്കുന്നുണ്ട്. അപ്പൊ ഒരു ഭരണമാറ്റം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഇല്ല. എന്താണ് റീസൺ ആഗ്രഹിക്കാത്തതന്നെ? ആഗ്രഹിക്കാത്തെന്ന് വെച്ചാൽ ഡെവലപ്മെന്റ് ഉണ്ടല്ലോ എല്ലാ കാര്യത്തിലും. എന്താണ് ഡെവലപ്മെന്റ്? കഴിഞ്ഞ 9 കൊല്ലം ഇൻഫ്രാസ്ട്രക്ചർ പഴയ പോലെ അല്ലല്ലോ. 10 കൊല്ലം മുമ്പുള്ള കേരളം അല്ലല്ലോ ഇപ്പൊ. ഒരുപാട് മാറ്റങ്ങളുണ്ടല്ലോ. പിന്നെ കുഴപ്പങ്ങളുണ്ട്, അതൊക്കെ അതിന്റെ അകത്ത് നിൽക്കും. പക്ഷെ വിദ്യാഭ്യാസം, ആരോഗ്യം, അടിസ്ഥാന സൗകര്യം, റോഡ് ഗതാഗതം എല്ലാം ഇമ്പ്രൂവ് ചെയ്യുന്നേ. അതുകൊണ്ട് ഭരണമാറ്റം ആവശ്യമില്ല. 3.0 വരണമെന്നാണ് ആഗ്രഹം. ഓക്കെ. 10 വർഷമായിട്ട് നമ്മുടെ LDF ഭരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ ഒരു ഭരണമാറ്റം വരണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഇല്ല, നമ്മൾ ആഗ്രഹിക്കണില്ല. എന്താണ് റീസൺ ആഗ്രഹിക്കാത്തതിന്റെ? അതിന്റെ ആവശ്യം ഇപ്പൊ കാണുന്നില്ല. വികസനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ 9 കൊല്ലത്തിൽ. ഇഷ്ടം പോലെ. എന്താണ് ഇപ്പൊ ഇവിടെ എന്താ വികസനം വരാനുള്ളത്? എന്തായാലും വികസനം വരാനുണ്ട. അല്ല, എന്താണ് വികസനം വന്നിട്ടുള്ളത്? ഒരുപാട് വികസനങ്ങൾ വന്നിട്ടുണ്ട്. ഇവിടുത്തെ ഈ NH66 റോഡ് ഇതൊക്കെ കണ്ട, ഇതൊക്കെ കുറെ കാലങ്ങളായിട്ട് പാസ്സായിട്ട് കിടന്നിരുന്നല്ലേ. എന്തായാലും തുടങ്ങാഞ്ഞ്. പക്ഷെ അത് കേന്ദ്രത്തിന്റെ അല്ലേ? കേന്ദ്രത്തിന്റെ കേരളത്തിൽ എടുത്തു കൊടുത്തെങ്കിലല്ലേ കേന്ദ്രം എന്താണ്ട് കാര്യമില്ലല്ലോ. നിങ്ങൾ കേന്ദ്രം കൊടുക്കണില്ലല്ലോ, കേരളത്തിൽ എടുത്ത് കൊടുക്കണ്ടേ? അതെന്താ നേരത്തെ എടുത്ത് കൊടുക്കാഞ്ഞ്? അങ്ങനെ പിന്നെ ഇവിടുത്തെ സ്കൂളുകള്, ഇവിടുത്തെ ആരോഗ്യ മേഖല, ഇതൊക്കെ നോക്കിയാൽ മതിയല്ലോ. പിന്നെ എന്താണ് അതേപോലെ റോഡുകൾ, പാലങ്ങൾ, ഇതൊക്കെ നോക്കിയാൽ അതൊക്കെ തന്നെ. പിന്നെ സാധാരണക്കാരന് കിട്ടുന്ന പെൻഷൻ ഒക്കെ കറക്റ്റായിട്ട് പോകണില്ല. ആശുപത്രികളിൽ മരുന്നില്ല, റേഷൻ കടയിൽ അരിയില്ലേ, ഇതൊക്കെ തന്നെയാണ്. LDF 3.0 വരുന്നാണ് പറയുന്നത്.